നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ജൂൺ മാസം 22-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്തകൾ, അറിയിപ്പുകൾ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിൽ 3 ജില്ലകളിൽ മറ്റന്നാൾ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജൂൺ 23-ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. നാളെ ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ജൂൺ 23-ാം തീയതി ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലും ജൂൺ 24-നും 25-നും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പ്രൈമറി ക്ലാസുകളിലെ പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിൽ 200 പ്രവൃത്തി ദിനങ്ങളായിട്ട് കുറയ്ക്കാനാണ് തീരുമാനം. 6 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ 220 പ്രവൃത്തി ദിനങ്ങൾ തുടരുന്നതായിരിക്കും. ഇന്നലെ നടന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അതേസമയം KSTA ഒഴികെയുള്ള അധ്യാപകരുടെ സംഘടനകൾ ഇതിനെ എതിർത്തു. ശനിയാഴ്ചകൾ പ്രവർത്തനമാക്കി വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച കലണ്ടറിനെതിരെ അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കുകയാണെന്നാണ് KSTAയുടെ ആരോപണം. ഈ അധ്യയന വർഷം തീരുന്ന 2025 മാർച്ച് വരെയുള്ള 30 ശനിയാഴ്ചകളിൽ 25 എണ്ണവും പ്രവർത്തനമാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ചത്. പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം 6 ശനിയാഴ്ചകളിൽ അധ്യാപകർക്ക് ക്ലസ്റ്റർ പരിശീലനം നൽകാനും നിർദ്ദേശമുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ കുട്ടികളെ ആര് പഠിപ്പിക്കുമെന്നതിലും വ്യക്തതയില്ലെന്നും അധ്യാപകർ പറയുന്നു. അതേസമയം 220 അധ്യയന ദിവസങ്ങൾ നിശ്ചയിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചാണ് 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കേണ്ടി വന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക. ബയോമെട്രിക് ഇലക്ട്രോണിക് KYC നിങ്ങൾ എല്ലാവരും തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. നിലവിൽ എല്ലാ ഗ്യാസ് വിതരണ ശൃംഖലയിലേക്കും ഈ നടപടി വ്യാപിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ആദ്യ അറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇത് നിർബന്ധമല്ലായിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ ചെയ്തേ മതിയാകൂ. നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസികളിലാണ് ആരംഭിച്ചത്. എല്ലാ മേഖലകളിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ച നടപടികൾ തുടങ്ങിയെങ്കിലും ഇതിപ്പോൾ ഭാരത് ഗ്യാസും HP ഗ്യാസ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് കണക്ഷൻ ബുക്ക് ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് അയാൾ ആധാർ കാർഡുമായിട്ട് ഗ്യാസ് ഏജൻസിയിൽ എത്തിയതിനു ശേഷം വിരൽ പതിപ്പിച്ച ശേഷമാണ് ഇത് പൂർത്തീകരിക്കേണ്ടത്. ഇത്തരത്തിലാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അതേസമയം പുതിയ കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകി കണക്ഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ആധാറും ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുകയില്ല. പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ക്ഷേമ പെൻഷൻ ഉടൻ നൽകണമെന്ന കർശന നിർദ്ദേശം CPMന്റെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി ഇപ്പോൾ കാര്യങ്ങൾ ഗൗരവത്തോടെ എടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ 1500 രൂപ കൂടി കടമെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാനായിട്ട് വേണ്ടത് 900 കോടി രൂപയാണ്. ഇതിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതായിരിക്കും. കാരണം ക്ഷേമ പെൻഷൻ നൽകിയില്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇനിയും മോശമാകുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ജനുവരി മാസം കുടിശ്ശികയായിട്ടുള്ള പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത്. ജൂൺ 26-ാം തീയതി വിതരണം ആരംഭിക്കും. ജൂൺ ഉൾപ്പെടെ 6 മാസത്തെ പെൻഷൻ ഇപ്പോൾ നമുക്ക് കുടിശ്ശികയാണ്. ഏകദേശം 9600 രൂപയോളം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടം ഘട്ടമായിട്ട് തീർക്കാനുമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കുന്നതായിരിക്കും. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 2ാം ദിനവും സ്വർണ്ണവിലയിൽ വൻ വർധനവുണ്ടായിരിക്കുകയാണ്. 2 ദിവസത്തിനിടെ 760 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഇന്ന് വെള്ളിയാഴ്ച ജൂൺ 21-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 75 രൂപയും പവന് 600 രൂപയുമാണ് കൂടിയത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6715 രൂപയിലും പവന് 53720 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.